പുനഃസംഘടനയെ ചൊല്ലി കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. ചർച്ചയോ സമവായമോ ഇല്ലാതെ നേതൃത്വം ഒറ്റയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കുകയാണെന്ന് മുതിർന്ന നേതാക്കളടക്കം തുറന്നടിച്ചു. പുനഃസംഘടന വൈകുന്നതിൽ വിഷമമുണ്ടെന്നായിരുന്നു കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നിലപാട്. ഡി.സി.സി പ്രസിഡന്റ് മുതൽ പുനഃസംഘടന വേണമെന്നായിരുന്നു കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളിൽ ഭൂരിഭാഗത്തിന്റെയും നിലപാട്. എന്നാൽ ഡി.സി.സി അധ്യക്ഷന്മാരെ മാറ്റാൻ കഴിയില്ലെന്ന് നേതൃത്വം വ്യക്തമാക്കി. പുനഃസംഘടന വൈകുന്നതിലെ പ്രശ്നം ആദ്യം ഉന്നയിച്ചത് കേരളത്തിലെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ്. പിന്നാലെ കൊടിക്കുന്നിൽ സുരേഷ്, കെ മുരളീധരൻ, പി.ജെ. കുര്യൻ, ആന്റോ ആന്റണി, ഷാനിമോൾ ഉസ്മാൻ എന്നിവരും വിമർശനമുന്നയിച്ചു. പുനഃസംഘടനയിൽ ചർച്ചയോ സമവായമോ നടത്താതെ ചിലരുടെ താൽപര്യം മാത്രമാണ് നടക്കുന്നതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് തുറന്നടിച്ചു. ഇത് ഏറ്റുപിടിച്ച് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് പി.ജെ. കുര്യനും ആന്റോ ആന്റണിയും. കെ.പി.സി.സി സെക്രട്ടറിമാർ വരെയുള്ള പുനഃസംഘടന വേണമെന്ന് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. ചർച്ച വലിയ തർക്കത്തിലേക്ക് പോയപ്പോൾ സംഘടനാ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ വരെ തത്സമയം ഇടപെട്ടു. തുടർന്ന് ഡി.സി.സി അധ്യക്ഷന്മാരുടെ പുനഃസംഘടന ഒഴിവാക്കി കെ.പി.സി.സി സെക്രട്ടറിമാർ വരെയുള്ള പുനഃസംഘടനയ്ക്ക് ധാരണയായി. ഇതിനുശേഷം നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് കെ മുരളീധരനാണ്. യൂത്ത് കോൺഗ്രസിന് ഒരു സംസ്ഥാന അധ്യക്ഷനെ പോലും നിയമിക്കാൻ ഈ പാർട്ടിക്ക് കഴിയില്ലേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പുറത്ത് സമരം നയിക്കാൻ യുവജനങ്ങൾക്കിടയിൽ ആളില്ലാത്ത അവസ്ഥയാണെന്നും പരിഹാസമുയർന്നു. ഇതിനിടയിൽ പാലോട് രവിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ അച്ചടക്ക സമിതിയുടെ റിപ്പോർട്ട് കമ്മിറ്റിയിൽ വയ്ക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടു. കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് ഒരു ദിവസമെങ്കിലും അദ്ദേഹത്തെ തിരികെ ഡി.സി.സി അധ്യക്ഷ പദവിയിൽ ഇരുത്തണമെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ല വൃത്തിക്കും വെടിപ്പിനും നടക്കുന്നുണ്ടെന്നായിരുന്നു കെ മുരളീധരന്റെ മറുപടി. വിഷമവും തർക്കവും അതിരൂക്ഷ വിമർശനങ്ങളും ഉയർന്ന ശേഷം കെ.പി.സി.സി പുനഃസംഘടന ഉടൻ നടത്താമെന്ന ധാരണയിലാണ് യോഗം പിരിഞ്ഞത്. പി.ആർ. പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.